ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ക്ലാസ് 11ൽ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇലക്ട്രിക് ഡൈപോള്, അതേപോലെ തന്നെ ഒരു ഇലക്ട്രിക് ഡൈപോളിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് പൊസിഷനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ആക്സിയൽ പൊസിഷനും അതേപോലെ തന്നെ ഇക്വറ്റോറിയൽ പൊസിഷനും. ആക്സിയൽ പൊസിഷനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തത്. എന്തായിരുന്നു ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്? E is equal to 2kp by x cube അല്ലേ? E is equal to 2kp by x cube. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇക്വറ്റോറിയൽ പോയിന്റ്, അതായത് നമ്മൾ എന്താണ് ലൈൻ ജോയിനിങ് ദ ടു ചാർജസ്, അതായത് ആ രണ്ട് ചാർജസിനെ ജോയിൻ ചെയ്യണ ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ട് നമ്മളൊരു ലൈന് വരണം കഴിഞ്ഞാൽ ആ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇക്വറ്റോറിയൽ പോയിന്റ്. ആ ഇക്വറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഇന്ന് ഡിറൈവ് ചെയ്യണത്. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ ആയിട്ട് നമുക്കൊരു ഇലക്ട്രിക് ഡൈപോളിനെ കൺസിഡർ ചെയ്യാം. ഒരു ഇലക്ട്രിക് ഡൈപോള്, ഇത് ആ ഇലക്ട്രിക് ഡൈപോളിൻ്റെ -q ചാർജാണ്. അതേപോലെ തന്നെ ഇതാ ഇലക്ട്രിക് ഡൈപോളിൻ്റെ +q ചാർജാണ്. ഇതാണ് ലൈൻ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് ടു ചാർജസ്. ആ രണ്ട് ചാർജസിനെ ജോയിൻ ചെയ്യണ ലൈനാണിത്. ഈ ലൈനിൻ്റെ സെൻറ്റർ ഇവിടെയാണെന്ന് വിചാരിക്കുക. ആ സെൻറ്ററിനെ ഞാൻ O എന്ന് പേര് കൊടുത്തു. ഇവിടുന്ന് ഞാൻ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ത് ചെയ്യാണ്? വരികയാണ്. ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരഞ്ഞു. ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. സോ ഞാൻ ഇവിടെ ആയിട്ടൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ പോയിന്റിനെ ഞാൻ P എന്ന് കൊടുത്തു. ആ പോയിന്റിനെ ഞാൻ P എന്ന് പേര് കൊടുത്തു. സോ ഈ പോയിന്റ് ആദ്യം ഈ -q ചാർജ് നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? L ആയിട്ട് എടുത്തു. അതേപോലെ തന്നെ ഓന്ന് +qക്കുള്ള ഡിസ്റ്റൻസും L ആയിട്ട് എടുത്തു. അതേപോലെ ഓന്ന് നമ്മുടെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഞാൻ x ആയിട്ട് എടുത്തു. ഓന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? x. ഓന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഞാൻ x ആയിട്ട് എടുത്തു. സോ ഇവിടെ -q ചാർജ് കാരണം P എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആവും അല്ലേ? ഒരു ചാർജ് കാരണം r ഡിസ്റ്റൻസ് ദൂരെ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? E is equal to kq by r square. E is equal to kq by r square ആണ്. സോ ഇവിടെ അവിടെ ആ ഇക്വേഷൻ നമ്മൾ ഈ രണ്ട് ചാർജസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ലൈൻ ജോയിനിങ് ദ ചാർജ് ആൻഡ് പോയിന്റ്. -q ചാർജിനെയും Pനെയും കണക്ട് ചെയ്യുന്ന ലൈനാണിത്. ഇവിടെ നമ്മൾ ഈ -q ചാർജ് കാരണം P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഈ ചാർജിനെയാണ് ഫസ്റ്റ് ചാർജ് എന്ന് വിളിച്ചു, ഇതിനെ സെക്കൻഡ് എന്ന് വിളിച്ചു. സോ നമുക്കറിയാം, എപ്പോഴും ഒരു നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജാണ് ഉണ്ടാവുക. സോ ഈ ഡയറക്ഷനിലാണ് എന്തിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക? E1ൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അതേപോലെ തന്നെ +q ചാർജ് കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡ് അവേ ഫ്രം പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക. സോ ഇതാണ് ലൈൻ ജോയിനിങ് ദ ചാർജ് ആൻഡ് പോയിന്റ് P. അവേ ഫ്രം പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക അല്ലേ? ഈ ഡയറക്ഷനാണ് E2ൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക അല്ലേ? E1ൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിൽ, E2ൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ആദ്യം നമുക്ക് E1 E2 എത്രയെന്നുള്ളത് നോക്കാം. E1 is equal to kq by ഈ ഡിസ്റ്റൻസ് അല്ലേ, അതായത് ചാർജും Pയും തമ്മിലുള്ള ഇടയിലുള്ള ഡിസ്റ്റൻസ്, ഇതിനെ ഞാൻ R ആയിട്ട് എടുത്തു. സോ ഇവിടെ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ട്രയാങ്കിളിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ R is equal to √x² + L² ആണ് വരിക. x² + L². സോ ഇവിടെ നമുക്ക് r² ആണ് വേണ്ടത്. സോ ഇതോടെ എന്ത് വരും? x² + L² ആണ് വരിക. അതേപോലെ തന്നെ E2 എത്ര വരും? E2 is equal to kq by, ഇവിടെ എത്ര തന്നെയാണ് വരിക? ഇതും ഇത് തന്നെയാണ് വരിക. ഇതും ഈ ഡിസ്റ്റൻസും r തന്നെയാണ് വരിക. സോ എന്ത് വരും? x² + L² തന്നെയാണ് വരിക. x² + L². ഇനി അടുത്തത് ഈ E1 ആൻഡ് E2ന്, E1 E2 എന്താണ്? ഈക്വൽ ആണ്. E1 E2 ഈക്വൽ ആണ്. അതിനെ ഞാൻ E എന്ന് വിളിച്ചു. സോ E1 E2നും കോമ്പണൻസ് ഉണ്ടാവും. ആദ്യം ഞാൻ ഇതിനെ എന്ത് ചെയ്യാണ്? E1 റിസോൾവ് ചെയ്യാണ്. E1 ആൻഡ് E2നെ റിസോൾവ് ചെയ്യാണ്.
സോ E1 രണ്ട് കോമ്പണൻസ് ഉണ്ടാവും, ഒന്ന് ഈ ഡയറക്ഷനിലും അതേപോലെ തന്നെ ഈ ഡയറക്ഷനിലും. ഞാൻ ഈ ആംഗിൾ തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്തു, ഈ ആംഗിൾ തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 90 ആവും വരാം, അതേപോലെ തന്നെ ഈ ആംഗിൾ 90 മൈനസ് തീറ്റ വരും, ഈ ആംഗിൾ 90 മൈനസ് തീറ്റ വരും. ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണല്ലോ. സോ ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഇതും 90 മൈനസ് തീറ്റ വരും. അതേപോലെ തന്നെ ഈ ആംഗിൾ തീറ്റ വരും, ഈ ആംഗിൾ തീറ്റ വരും, അതേപോലെ തന്നെ ഈ ആംഗിളും തീറ്റയാണ് വരാം. സോ ഇവിടെ ഈ കോമ്പണൻ്റ് എന്ത് വരും? E1 E1ഉം E2 ഞാൻ എന്തായിട്ട് വിളിച്ചു? E ആയിട്ട് എടുത്തു. സോ E1 ആൻഡ് E2 ഞാൻ E ആയിട്ട് കൊടുത്തു. സോ ഇതെത്ര വരും? E കോസ് തീറ്റ, ഈ കോസ് തീറ്റ വരും. അതേപോലെ ഈ കോമ്പണൻ്റ് വരാം, ഈ കോമ്പണൻ്റ് വരാം, ഈ സൈൻ തീറ്റ വരും. അതേപോലെ തന്നെ E2 ഇതിനും രണ്ട് കോമ്പണൻ്റ് ഉണ്ടാവും, ഒന്ന് ഈ ഡയറക്ഷനിലും ഒന്ന് ഈ ഡയറക്ഷനിലും. അതും ഇത് എന്ത് വരും? ഈ കോസ് തീറ്റ വരും. അതേപോലെ തന്നെ ഇത് വരാം, ഈ സൈൻ തീറ്റയാണ് വരാം അല്ലേ, ഈ സൈൻ തീറ്റ. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ E1ൻ്റെയും E2ൻ്റെയും ഈ സൈൻ തീറ്റ കോമ്പണൻ്റ് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്. അത് രണ്ടും എന്ത് ചെയ്ത് പോകും? പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും, രണ്ടും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. ആരാണ് ആഡ് ആവുക? നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ ഈ കോസ് തീറ്റ ആണ് എന്ത് ചെയ്യുക? ആഡ് ആവുക. സോ ഇവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഈക്വൽ ടു എന്ത് വരും? ഇ കോസ് തീറ്റ പ്ലസ് ഇ കോസ് തീറ്റ, ദാറ്റ് ഈസ് 2e കോസ് തീറ്റ എന്ന് വരും, 2e കോസ് തീറ്റ. ഇനി ഈ എന്ന് പറയുന്നത് എന്താണ്? KQ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. സോ 2 ഇൻറ്റു KQ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. അതിന് വേണ്ടിയിട്ട് ഈ ട്രയാങ്കിളിനെ ഒന്നുകൂടി കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ എന്താണ്? അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസെൻറ്റ് ഇവിടെ L ആണ്, L ബൈ ഹൈപ്പോട്ടന്യൂസ് R. സോ L ബൈ ആറിൻ്റെ വാല്യൂ എത്രയാണ്? അണ്ടർ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ L ബൈ അണ്ടർ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. സോ ഇ നെറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 2KQL ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2 എന്ന് വരും. കാരണം ഈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയറിൻ്റെ റൂട്ട് ഇതിനെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2 എന്ന് എഴുതാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1, അത് രണ്ടും 1 പ്ലസ് 1/2, അങ്ങനെയാണ് ഇവിടെ 3/2 വന്നത്. സോ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2. ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി കിട്ടുക. ഇനി ഇവിടെ നമ്മളൊരു അസംഷൻ കൊടുക്കുകയാണ്. അസംഷൻ നമുക്കറിയാം ഇതൊരു ഡൈപോള്. ഈ ഡൈപോള് എക്സിസ്റ്റ് ചെയ്യണം വെച്ചാൽ ഈ രണ്ട് ചാർജസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഭയങ്കര കുറവായിരിക്കണം അല്ലേ? ഇടയിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഭയങ്കര കുറവായിരിക്കണം. അതായത് 2L ഷുഡ് ബി വെരി വെരി ലെസ്. 2L ഭയങ്കര ചെറുതാണെങ്കിൽ L എന്തായിരിക്കും? ഭയങ്കര ചെറുതായിരിക്കും. സോ നമ്മളൊരു അസംഷൻ കൊടുത്തു, L ഇസ് മച്ച് ലെസ് ദാൻ എക്സ്. അപ്പോൾ L മച്ച് ലെസ് ദാൻ എക്സ് ആണെങ്കിൽ നമുക്ക് എന്തിനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും? Lനെ നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ വി ക്യാൻ നെഗ്ലക്ട് L. സോ ഇവിടെ നമ്മൾ Lനെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2KQL ബൈ Lനെ നെഗ്ലക്ട് ചെയ്തു. സോ എന്ത് വരും? എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് 3/2 എന്ന് വരും, ദാറ്റ് ഈസ് എക്സ് ക്യൂബ് എന്ന് വരും. എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് 3/2, ദാറ്റ് ഈസ് എക്സ് ക്യൂബ്. സോ ഇനി ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? നമുക്ക് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ അറിയാം. ഡൈപോൾ മൊമെന്റ് P ഈസ് ഈക്വൽ ടു എന്താണ്? Q ഇൻറ്റു 2L ആണ്. Q ഇൻറ്റു 2L അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. K ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു, ഇവിടെ Q ഇൻറ്റു 2L. ഈ 2നെ നമുക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് എഴുതാമല്ലോ, അങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും. ഹോൾ ഡിവൈഡ് ബൈ എക്സ് ക്യൂബ്. Q ഇൻറ്റു 2L എന്താണ്? P ആണ്. സോ KP ബൈ എക്സ് ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി നമുക്ക് എന്ത് കിട്ടി? KP ബൈ എക്സ് ക്യൂബ് എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷൻ ആണുള്ളത്? ഈ ഡയറക്ഷൻ ആണുള്ളത്. ഈ കോസ് തീറ്റ ഏത് ഡയറക്ഷൻ ആണുള്ളത്? ഈ ഡയറക്ഷനിലാണ് എന്തുള്ളത്? നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉള്ളത്. പിന്നെ നമുക്കറിയാം ഫിസിക്സിൽ എപ്പോഴും ഇതുണ്ടല്ലോ, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഉണ്ടാവാൻ നെഗറ്റീവ് ചാർജിൽ നിന്ന് പ്ലസ് ചാർജിലേക്കാണ്, പോസിറ്റീവ് ചാർജിലേക്കാണ്. അതായത് ഈ ഡയറക്ഷനിലാണ് ഡൈപോൾ മൊമെന്റ് ഉള്ളത്.
അതായത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്. അത് കാരണം നമ്മൾ ഇവിടെ എക്സ്റ്റേണൽ ആയിട്ട് ഇവിടെ ഒരു മൈനസ് ചാർജ് ഇവിടെ കൊടുക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു നെഗറ്റീവ് ചാർജ് കൊടുത്തിട്ടുള്ളത്. സോ നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുള്ളത്. സോ ഇ നെറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? മൈനസ് കെ പി ബൈ എക്സ് ക്യൂ എന്ന് കിട്ടി. സോ ഇ നെറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് കെ പി ബൈ എക്സ് ക്യൂ. എല്ലാവർക്കും ഈ ഡിറൈവേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ 2 ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നുമായിട്ട്. അതായത് ആക്സിയൽ പോയിന്റിൽ, ആക്സിയൽ പൊസിഷനിൽ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ വന്നത്? 2kp ബൈ എക്സ് ക്യൂബ് അല്ലേ? 2kp ബൈ എക്സ് ക്യൂബ്. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇതെവിടെയാണ്? ആക്സിയൽ പൊസിഷൻ അല്ലേ? ആക്സിയൽ പൊസിഷൻ. അതേസമയം ഇന്ന് നമ്മൾ പഠിച്ചത് ഇക്വറ്റോറിയൽ പൊസിഷനിൽ. ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഈസ് ഈക്വൽ ടു എന്താ വന്നത്? മൈനസ് കെ പി ബൈ എക്സ് ക്യൂബ് അല്ലേ? ഈസ് ഈക്വൽ ടു മൈനസ് കെ പി ബൈ എക്സ് ക്യൂബ്. ഇതെവിടെയാണ്? ഇക്വറ്റോറിയൽ പൊസിഷൻ. ഈ 2 ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മനസ്സിലാക്കണം. ഈ 2 ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇക്വേഷനാണ്. ഇതിന്റെ ഡിറൈവേഷൻ നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ഇന്നെടുത്ത ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഡിറൈവേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.